ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിക്കിവോക്സ് മലയാളം. ദൃശ്യം സിനിമ കണ്ടവരാരും ആ ക്ലൈമാക്സ് രംഗം മറക്കാൻ വഴിയില്ല. സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ മോഹൻലാൽ അവതരിപ്പിച്ച നായകൻ ഒരു മൃതദേഹം മണ്ണിൽ കുഴിച്ചു മൂടുന്നു. തൊട്ടു പിന്നാലെ അതിനു മുകളിൽ വലിയൊരു കെട്ടിടത്തിന്റെ നിർമ്മാണവും നടക്കുന്നു. ആ രഹസ്യം, ആ മൃതദേഹം എന്നേക്കുമായി അതിനടിയിൽ ആണ്ടുപോവുകയാണ്. സിനിമ കണ്ട് നമ്മൾ കൈയടിച്ചു. പക്ഷേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സിനിമകളെ പോലും വെല്ലുന്ന യഥാർത്ഥ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ? ഉണ്ട്. സിനിമയേക്കാൾ ഭയാനകവും ട്വിസ്റ്റുകൾ നിറഞ്ഞതുമായ ഒരു യഥാർത്ഥ കഥയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് ജിഗ്നേഷിന്റെയും പൃഥ്വിയുടെയും കഥയാണ്. പ്രണയിച്ച് വിവാഹം കഴിച്ചവർ, സ്നേഹത്തിന്റെ ശക്തമായ അടിത്തറയിൽ പണിതുയർത്തിയ ആ ബന്ധത്തിന്റെ ഒടുക്കം പക്ഷെ ആരും ഊഹിക്കാത്തത്ര ക്രൂരവും ദാരുണവുമായിരുന്നു. സിനിമയെ പോലും വെല്ലുന്ന ഈ ട്വിസ്റ്റുകളെ കുറിച്ച് നമ്മൾ അറിയുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ജിഗ്നേഷ് മാവഡിയെ സ്വന്തം കുടുംബം അവസാനമായി കണ്ടിട്ട് അപ്പോഴേക്കും നീണ്ട 2 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. പൃഥ്വിബെൻ എന്ന സ്ത്രീയുമായി ജിഗ്നേഷിന്റെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷത്തോളമായിരുന്നു. ഗുജറാത്തിലെ ദ്വാരകയിലുള്ള ജിഗ്നേഷിന്റെ തറവാട്ട് വീട്ടിലായിരുന്നു ഇവർ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നത്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് എല്ലാം വളരെ സന്തോഷകരമായി തന്നെ തോന്നിപ്പിച്ചിരുന്നു. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസുണ്ടായിരുന്നില്ല. കഴിഞ്ഞ 3 വർഷമായി ഇരുവരും തറവാട്ട് വീട്ടിൽ നിന്ന് മാറി തനിയെ താമസിക്കുകയായിരുന്നു. പൃഥ്വിയും ഭർത്താവിന്റെ വീട്ടുകാരും തമ്മിൽ അത്ര നല്ല സ്വരച്ചേർച്ചയിലായിരുന്നില്ല എന്നതാണ് ഇതിന് പിന്നിൽ യഥാർത്ഥ കാരണം. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കാൻ വേണ്ടി എല്ലാവരിൽ നിന്നും മാറി വേറെ താമസിക്കാമെന്നത് വീട്ടിലെ ഇളയ മകനായ ജിഗ്നേഷ് തന്നെ എടുത്തൊരു തീരുമാനമായിരുന്നു. വേറിട്ട് താമസിച്ചെങ്കിലും കുടുംബം ജിഗ്നേഷുമായുള്ള ബന്ധം ഉപേക്ഷിച്ചില്ല. അവൻ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നു. എന്നാൽ കാലം മുന്നോട്ട് പോകുന്തോറും ജിഗ്നേഷും വീട്ടുകാരും തമ്മിലുള്ള ബന്ധത്തിൽ അകൽച്ച കൂടി വന്നു. മുൻപൊക്കെ വലിയ രീതിയിലുള്ള യാത്രകളും ഒത്തുകൂടലും ഉണ്ടായിരുന്ന സ്ഥാനത്ത് പിന്നീട് അത് വെറും വല്ലപ്പോഴുമുള്ളൊരു സന്ദർശനങ്ങളിലും ഫോൺ കോളുകളിലും മാത്രമായി ഒതുങ്ങി. അങ്ങനെ ഇരിക്കെ 2024 മെയ് മാസം 31 ശേഷം ജിഗ്നേഷും കുടുംബവും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഒറ്റയടിക്കില്ലാതായി. അവർ തമ്മിൽ എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടായതുകൊണ്ടായിരുന്നില്ല അത്. മറിച്ച് ജിഗ്നേഷ് എവിടെ എന്നത് തന്നെ പെട്ടെന്നൊരു ചോദ്യചിഹ്നമായി മാറിയതുകൊണ്ടായിരുന്നു. ജിഗ്നേഷിന്റെ ഈ പെട്ടെന്നുള്ള അപ്രത്യക്ഷമാകലിനെ കുറിച്ച് വീട്ടുകാർ ഭാര്യയായ പൃഥ്വിയോട് തിരക്കിയപ്പോൾ അവൾ വരെ സ്വാഭാവികമായി ഒരു കഥ പറഞ്ഞു. ജിഗ്നേഷിന് ജോലിയുടെ ഭാഗമായി പെട്ടെന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകേണ്ടി വന്നു. അവൾ ആ കഥ അവിടെയും നിർത്തിയില്ല. അവൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ കടുത്ത ചില നിബന്ധനകളുണ്ട്. ജോലി പെർമനന്റ് ആകുന്നത് വരെ, ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്നത് വരെ ജിഗ്നേഷിന്റെ വീട്ടുകാരെയോ എന്തിന് സ്വന്തം ഭാര്യയെ പോലും സ്വതന്ത്രമായി ബന്ധപ്പെടാൻ, കോണ്ടാക്ട് ചെയ്യാൻ അനുവാദമില്ല എന്ന്. കൃത്യമായ സമയങ്ങളിൽ മാത്രമേ ഫോൺ വിളിക്കാൻ അനുവാദമുള്ളൂ. അത് ഇന്ത്യയിലെ സമയവുമായി നോക്കുമ്പോൾ പാതിരാത്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ജിഗ്നേഷുമായി സംസാരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറി. ഇതൊക്കെ കേട്ടപ്പോൾ വീട്ടുകാർക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നി. ഏതെങ്കിലും കമ്പനി ഇങ്ങനെയൊക്കെ നിബന്ധനകൾ വെക്കുമോ? പക്ഷെ മറ്റൊരു രാജ്യത്തെ നിയമങ്ങളല്ലേ, സമയത്തിന്റെ വ്യത്യാസവും കാണുമല്ലോ എന്ന് കരുതി അവർ കൂടുതലൊന്നും സംശയിച്ചില്ല. അവരത് വിശ്വസിച്ചു. എന്നാൽ ഈ കഥ നീണ്ട 2 വർഷത്തോളം തുടർന്നു. ഒടുവിൽ കുടുംബത്തിന്റെ ക്ഷമ നശിച്ചു. തൊഴിലാളികൾക്കുമേൽ ഇത്രമേൽ നിയന്ത്രണങ്ങൾ വെക്കുന്ന ഒരു കമ്പനി ഉണ്ടാകാൻ വഴിയില്ല എന്നും 2 വർഷമായിട്ടും ജോലി പെർമനന്റ് ആകാത്തതും സിറ്റിസൺഷിപ്പ് കിട്ടാത്തതും എന്തുകൊണ്ടാണെന്നും അവർ ചിന്തിക്കാൻ തുടങ്ങി. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി അവർ വീണ്ടും പൃഥ്വിയെ സമീപിച്ചെങ്കിലും അവൾ പഴയ ഓസ്ട്രേലിയൻ കഥ തന്നെ ആവർത്തിച്ചു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ഇതിനിടയിൽ ജിഗ്നേഷിന്റെ ഒരു കസിൻ ഓസ്ട്രേലിയയിലേക്ക് ടൂർ പോകാൻ പ്ലാൻ ചെയ്തു. സഹോദരൻ അവിടെയുണ്ടെന്ന വിവരമറിഞ്ഞ് അവനെ ഒന്ന് നേരിൽ കാണാൻ വേണ്ടി അവൻ പൃഥ്വിയോട് ജിഗ്നേഷിന്റെ ഓസ്ട്രേലിയയിലെ അഡ്രസ് ചോദിച്ചു. എന്നാൽ തന്റെ പക്കൽ അഡ്രസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് പൃഥ്വി അതിൽ നിന്നും ഒഴിഞ്ഞു മാറി. ഇതോടെ നേരത്തെ തന്നെ സംശയത്തിലായിരുന്ന കുടുംബത്തിന് പൃഥ്വിയുടെ മേലുള്ള സംശയം ഇരട്ടിയായി. സത്യം മുഴുവൻ തുറന്നു പറയാൻ അവർ പൃഥ്വിക്കുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി. സത്യം പറഞ്ഞില്ലെങ്കിൽ പോലീസിൽ പരാതി നൽകുമെന്നും അവർ ഒരു വാർണിംഗ് നൽകി. എല്ലാ വഴികളും അടഞ്ഞു എന്ന് മനസ്സിലായതോടെ പൃഥ്വി ഒടുവിലൊന്ന് പതറി. ജിഗ്നേഷിനെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം പറയാം എന്നേറ്റ അവൾ കുടുംബാംഗങ്ങളുടെ ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ ജിഗ്നേഷിനെ കുറിച്ച് അവൾ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കേട്ട് കുടുംബത്തിന് വിശ്വസിക്കാനേ സാധിച്ചില്ല. എല്ലാവരും ഒരു നിമിഷം സ്തംഭിച്ചുപോയി. കഴിഞ്ഞ 2 വർഷമായി തങ്ങളെ എന്തിനാണ് ഇങ്ങനെ ഇരുട്ടിൽ നിർത്തിയതെന്നതിന്റെ യഥാർത്ഥ കാരണം അപ്പോഴാണ് അവർ അറിഞ്ഞത്. അത് കേവലം ഒരു കാണാതാകൽ മാത്രമായിരുന്നില്ല, മറിച്ച് പ്രണയവും വഞ്ചനയും പ്രതികാരവും നിറഞ്ഞ ഒരു കടുത്ത ഭയാനകമായ ക്ലൈമാക്സ് ആയിരുന്നു. ജിഗ്നേഷിന്റെയും പൃഥ്വിയുടെയും ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? പൃഥ്വി മറച്ചുവെച്ച ആ ഭയാനകമായ സത്യം എന്തായിരുന്നു? ഒരു സിനിമയെ പോലും തോൽപ്പിക്കുന്ന തരത്തിൽ ആസൂത്രണം ചെയ്ത
പ്രണയവും ദാരുണമായ കൊലപാതകവും ഒളിഞ്ഞിരിക്കുന്ന ജിഗ്നേഷ് പൃഥ്വി കേസിന്റെ യഥാർത്ഥ ചുരുളഴിയുന്നത് ഇവിടെയാണ്. ജിഗ്നേഷ് മാവേഡിയർ ഗുജറാത്തിലെ ദ്വാരക സ്വദേശിയായിരുന്നു. 3 ആൺമക്കളുള്ള ആ കുടുംബത്തിലെ ഏറ്റവും ഇളയ മകൻ. ഒരു സാധാരണ ഗുജറാത്തി കുടുംബത്തെ പോലെ തന്നെ മാവഡിയ കുടുംബവും ബിസിനസ്സിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ജിഗ്നേഷ് സ്വന്തമായി ഒരു ഫർണിച്ചർ ബിസിനസ് നടത്തിവരികയായിരുന്നു. 20കളുടെ അവസാനത്തിലായിരുന്നു അവൻ തന്റെ കാമുകിയായ പൃഥ്വിയെ വിവാഹം കഴിക്കുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും, ഒരു പരമ്പരാഗത ഗുജറാത്തി കുടുംബത്തിൽ പ്രണയ വിവാഹം എന്നത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. എന്നാൽ ജിഗ്നേഷിന്റെ കുടുംബം ഇക്കാര്യത്തിൽ വളരെ തുറന്ന മനസ്സുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു എതിർപ്പുകളും ഇല്ലാതെ പൃഥ്വിയുമായുള്ള അവന്റെ വിവാഹം നടന്നു. ദ്വാരകക്കാരിയായി പൃഥ്വി അവിടെ ഒരു നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. ജോലിക്കിടയിൽ എപ്പോഴുമാണ് അവൾ ആദ്യമായി ജിഗ്നേഷിനെ കാണുന്നത്. ആ ആദ്യ കണ്ടുമുട്ടലിൽ തന്നെ അവർക്കിടയിൽ പ്രണയം മുട്ടിട്ടു. അധികം വൈകാതെ തന്നെ അവർ പ്രണയത്തിലാവുകയും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. വിവാഹശേഷം ജിഗ്നേഷും പൃഥ്വിയും ദ്വാരകയിലെ തറവാട്ട് വീട്ടിൽ കുടുംബത്തോടൊപ്പമായിരുന്നു താമസം. വിവാഹം കഴിഞ്ഞ് 1 വർഷമായപ്പോഴേക്കും അവർക്കൊരു കുഞ്ഞും ജനിച്ചു. എന്നാൽ ഇതൊരു പ്രണയ വിവാഹമായിരുന്നത് കൊണ്ട് തന്നെ പൃഥ്വിയും ജിഗ്നേഷിന്റെ വീട്ടുകാരും തമ്മിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും വഴക്കുകൾ പതിവായിരുന്നു. സാധാരണയായി സമയമെടുത്ത് മാറേണ്ട ഈ പ്രശ്നങ്ങൾ വിവാഹം കഴിഞ്ഞ് 4 വർഷമായിട്ടും കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. കുടുംബത്തിലെ സമാധാനവും സന്തോഷവും നിലനിർത്താൻ വേണ്ടി ഒടുവിൽ ജിഗ്നേഷ് പൃഥ്വിയുമായി മാറി താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ തറവാട്ട് വീട്ടിൽ നിന്നും മാറി പോർബന്ദറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്നാൽ ആ സമാധാനത്തിനും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. കുടുംബത്തിൽ നിന്നും മാറി താമസിച്ചിട്ടും പൃഥ്വിയുടെ വഴക്കുകൾ അവസാനിച്ചില്ല. അവളുടെ ലക്ഷ്യം ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നും മാറി ഇപ്പോൾ സ്വന്തം ഭർത്താവിലേക്ക് മാത്രം ചുരുങ്ങി. ദിവസേനയുള്ള വഴക്കുകൾ വർദ്ധിച്ചതോടെ പൃഥ്വി മാനസികമായി ആ ബന്ധത്തിൽ നിന്നും അകലാൻ തുടങ്ങി. ലോകത്തിന് മുന്നിലും നിയമപരമായും അവർ ഭാര്യയും ഭർത്താവുമായിരുന്നു. എന്നാൽ പൃഥ്വിയുടെ മനസ്സിൽ ആ ദാമ്പത്യം എന്നേ അവസാനിച്ചിരുന്നു. ജിഗ്നേഷിൽ നിന്നും അകന്നതോടെ അവൾ തന്റെ പഴയൊരു പരിചയക്കാരനുമായി വീണ്ടും കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. നീലേഷ് കച്ചാരിയ. ജാംനഗർ സ്വദേശിയായ നീലേഷ് ജിഗ്നേഷിനെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ പൃഥ്വിയുടെ കാമുകനായിരുന്നു. ജിഗ്നേഷുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ജാംനഗറിലേക്ക് മടങ്ങാനും പഴയ കാമുകനായ നീലേഷുമൊത്ത് പുതിയൊരു ജീവിതം തുടങ്ങാനും പൃഥ്വി പദ്ധതിയിട്ടു. അതിനായി അവൾ ഭർത്താവായ ജിഗ്നേഷിനെ കബളിപ്പിക്കാൻ ഒരു തന്ത്രം മിനഞ്ഞു. തങ്ങളുടെ ഫർണിച്ചർ ബിസിനസ് കൂടുതൽ മെച്ചപ്പെടുത്താൻ പോർബന്ദർ അല്ല, മറിച്ച് ജാംനഗറാണ് നല്ലതെന്ന് അവൾ ജിഗ്നേഷിനെ വിശ്വസിപ്പിച്ചു. അവിടെ തന്റെ വിശ്വസ്തനായ ഒരു പഴയ സുഹൃത്തുണ്ടെന്നും അവൻ ബിസിനസ് വളർത്താൻ സഹായിക്കുമെന്നും അവൾ ഉറപ്പു നൽകി. ഭാര്യയെ കണ്ണടച്ച് വിശ്വസിച്ച ജിഗ്നേഷ് പൃഥ്വിയെയും കുഞ്ഞിനെയും കൂട്ടി ജാംനഗറിലേക്ക് താമസം മാറി. അവിടെ അവർ വീണ്ടും ഫർണിച്ചർ ബിസിനസ് ആരംഭിച്ചു. ജാംനഗറിലെത്തിയ ശേഷം പൃഥ്വി ജിഗ്നേഷിനെ നീലേഷിനെ പരിചയപ്പെടുത്തി കൊടുത്തു. എന്നാൽ അത് തന്റെ പഴയ കാമുകനാണെന്ന സത്യം അവൾ മറച്ചുവെച്ചു. പകരം ഒരു നല്ല പഴയ സുഹൃത്ത് എന്ന വ്യാജേനയാണ് നീലേഷിനെ ജിഗ്നേഷിന് മുന്നിൽ അവതരിപ്പിച്ചത്. ഭാര്യയെ പൂർണ്ണമായി വിശ്വസിച്ച ജിഗ്നേഷ് അതൊന്നും ചോദ്യം ചെയ്യാതെ അംഗീകരിച്ചു. അങ്ങനെ സ്വന്തം ഭർത്താവിനെയും കൂട്ടി ജാംനഗറിലെത്തിയ പൃഥ്വിയും നീലേഷും ചേർന്ന് ജിഗ്നേഷിന്റെ ഒപ്പം ബിസിനസ് പങ്കാളികളെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. അതിനിടയിലാണ് നീലേഷിന്റെ പഴയ കൂട്ടുകാരനായ ബൽബീർ ഈ സംഘത്തിലെത്തുന്നത്. തുടർന്ന് നീലേഷും പൃഥ്വിയും ബൽബീറും ചേർന്ന് പ്ലാൻ ചെയ്ത് ധാരാഡ് GIDC ഏരിയയിലുള്ള ഒരു ഫാക്ടറി ഷെഡ് വാടകയ്ക്കെടുത്തു. കൃത്യമായ പ്ലാനിങ്ങോടെ മൃതദേഹം കുഴിച്ചു മൂടാനുള്ള കുഴി തോണ്ടാൻ പോലും അവർ അന്നേ തുടക്കമിട്ടിരുന്നു. പെട്ടെന്ന് തന്നെ ഇവർ മൂവരും ചേർന്ന് ജിഗ്നേഷിന്റെ ഫർണിച്ചർ ബിസിനസ്സിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നീലേഷ് ജിഗ്നേഷിന്റെ സമ്പൂർണ്ണ വിശ്വാസം പിടിച്ചുപറ്റി. സ്വന്തം ചോര നീരാക്കി പടുത്തുയർത്തിയ ബിസിനസ്സിൽ നീലേഷിനെ പങ്കാളിയാക്കാൻ പോലും ജിഗ്നേഷ് തയ്യാറായി. ജിഗ്നേഷ് ആ ബന്ധത്തിന് അത്രയേറെ വില കൽപ്പിച്ചിരുന്നു. എന്നാൽ ബിസിനസ് പങ്കാളിയായിട്ടും ജാംനഗറിലേക്ക് താമസം മാറിയിട്ടും പൃഥ്വി സന്തോഷവതിയായിരുന്നില്ല. ജിഗ്നേഷുമായുള്ള അകൽച്ചയും നീലേഷുമായുള്ള അടുപ്പവും കൂടിയതോടെ പൃഥ്വിക്ക് ഭർത്താവിനെ സഹിക്കാൻ കഴിയാത്ത അവസ്ഥയായി. അങ്ങനെ 2024 മെയ് മാസത്തിൽ തങ്ങളുടെ പ്രണയത്തിന് തടസ്സമായി നിൽക്കുന്ന ആ വലിയ പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കാൻ പൃഥ്വിയും നീലേഷും ചേർന്ന് ആ ഭയാനകമായ പദ്ധതി തയ്യാറാക്കി. ജിഗ്നേഷിനെ തങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. ആ വിശ്വാസത്തെ തന്നെ മുതലെടുത്ത് അവനെ വഴിയിൽ നിന്നും മാറ്റാനായിരുന്നു തീരുമാനം. ഒരാൾക്കോ 2 പേർക്കോ മാത്രം ചെയ്തു തീർക്കാൻ കഴിയാത്തത്ര വിപുലമായ ഒരു പ്ലാനിംഗ് ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഈ ക്രൂരകൃത്യത്തിന്റെ മാസ്റ്റർ മൈൻഡായ നീലേഷ്
തന്റെ പഴയ സുഹൃത്തായ ബൽബീറിനെയും ഇതിലേക്ക് കൂട്ടുപിടിച്ചു. ഏതൊരു സസ്പെൻസ് ക്രൈം സിനിമയെയും വെല്ലുന്നതായിരുന്നു അവരുടെ ആ പ്ലാനിങ്. ബിസിനസ് വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ധാരാഡ് GIDCയിൽ അവർ വാടകയ്ക്കെടുത്ത ആ ഫാക്ടറി തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. ബിസിനസ്സിലെ ഈ പുതിയ തുടക്കം ആഘോഷിക്കാൻ എന്ന വ്യാജേന 2024 മെയ് മാസം 31 രാത്രി നീലേഷും പൃഥ്വിയും ചേർന്ന് ജിഗ്നേഷിനെ ആ ഫാക്ടറിയിലേക്ക് ക്ഷണിച്ചു. ഭാര്യയും ബിസിനസ് പങ്കാളിയെയും കണ്ണുമടച്ച് വിശ്വസിച്ച ജിഗ്നേഷിന് ഒരു സംശയവും തോന്നിയില്ല. അവൻ കൃത്യസമയത്ത് തന്നെ ഫാക്ടറിയിലെത്തി. ബിസിനസ്സിലെ വിജയം ആഘോഷിക്കാൻ അവർ മദ്യപിക്കാൻ തുടങ്ങി. എന്നാൽ അത് തന്റെ ജീവിതത്തിലെ അവസാനത്തെ മദ്യപാനമായിരിക്കുമെന്ന് പാവം ജിഗ്നേഷ് അറിഞ്ഞിരുന്നതേയില്ല. നീലേഷ് പറഞ്ഞതനുസരിച്ച് ബൽബീർ നേരത്തെ തന്നെ മാരക വിഷമായ സയനൈഡ് ഒപ്പിച്ചു വെച്ചിരുന്നു. അതവർ രഹസ്യമായി ജിഗ്നേഷിന്റെ ഗ്ലാസിൽ കലർത്തി. യാതൊരു സംശയവുമില്ലാതെ ജിഗ്നേഷ് ആ മദ്യം കുടിച്ചിറക്കി. മദ്യം ഉള്ളിൽ ചെന്ന് നിമിഷങ്ങൾക്കകം ജിഗ്നേഷിന്റെ കാഴ്ച വാങ്ങി തുടങ്ങി. മിനിറ്റുകൾക്കകം അവൻ അവിടെ തന്നെ മരിച്ചു വീണു. പൃഥ്വിയുടെയും നീലേഷിന്റെയും ക്രൂരമായ പ്ലാൻ വിജയിച്ചു. തുടർന്ന് അവർ ജിഗ്നേഷിന്റെ മൃതദേഹം ഒളിപ്പിച്ച രീതി കണ്ടാൽ ആരും ഞെട്ടിപ്പോകും. അന്ന് രാത്രി തന്നെ നീലേഷും ബൽവീറും ചേർന്ന് ആ ഫാക്ടറിയുടെ നിലത്ത് 12 അടിയോളം ആഴമുള്ളൊരു വലിയ കുഴിയെടുത്തു. അതിലേക്ക് ജിഗ്നേഷിന്റെ മൃതദേഹം തള്ളി മൂടി. എന്നാൽ ദൃശ്യം സിനിമയെ ഓർമ്മിപ്പിക്കും വിധം മൃതദേഹത്തിന് മുകളിലേക്ക് അവർ കട്ടിയുള്ള കോൺക്രീറ്റ് ഒഴിച്ച് പൂർണ്ണമായും സീൽ ചെയ്തു. ദുർഗന്ധം പുറത്തു വരാതിരിക്കാനും ആർക്കും സംശയം തോന്നാതിരിക്കാനും വേണ്ടിയായിരുന്നു ഇത്. അങ്ങനെ ജിഗ്നേഷിന്റെ മരണം പൃഥ്വിക്കും നീലേഷിനും ബൽവീറിനും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമായി മാറുകയായിരുന്നു. അന്നു മുതലാണ് പൃഥ്വി ആ ഓസ്ട്രേലിയൻ കഥ മെനഞ്ഞുണ്ടാക്കുന്നതും അടുത്ത 2 വർഷത്തേക്ക് കുടുംബത്തെ കബളിപ്പിക്കുന്നതും. മനസാക്ഷിയെ മരവിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. നീലേഷുമായി ചേർന്ന് സ്വന്തം ഭർത്താവിന്റെ ജീവൻ എടുക്കുമ്പോൾ പൃഥ്വി അവരുടെ 2ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു. ക്രൂരതയുടെയും സ്വാർത്ഥതയുടെയും അറ്റമായിരുന്നു അത്. കാലം ഇങ്ങനെ മുന്നോട്ട് പോയി. 2026 ജൂലൈ മാസത്തിൽ, അതായത് ഒരു മാസം മുന്നേ, ജിഗ്നേഷിന്റെ കസിനായ ദീപക് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തു. ആ മാസം മുഴുവൻ ദീപക് ജിഗ്നേഷിനെ കാണാൻ വേണ്ടി പൃഥ്വിയോട് അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ഏത് സമയത്തും സംസാരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടും പൃഥ്വി അവരെ ജിഗ്നേഷുമായി സംസാരിപ്പിച്ചതുമില്ല, ഒരു വിവരം നൽകിയതുമില്ല. ഇതോടെ പൃഥ്വി എന്തോ വലിയ കാര്യം ഒളിച്ചു വയ്ക്കുന്നുണ്ടെന്ന് കുടുംബത്തിന് ഉറപ്പായി. അവർ പൃഥ്വിക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയും പോലീസിനെ സമീപിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എല്ലാ വഴികളും അടഞ്ഞു എന്ന് മനസ്സിലായതോടെ പൃഥ്വി മാനസികമായി തളർന്നു. ഒടുവിൽ 2026 ജൂലൈ 24 അവൾ ജിഗ്നേഷിന്റെ കുടുംബത്തെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. കുടുംബാംഗങ്ങളെല്ലാവരും ഒത്തുകൂടി വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ വിറയ്ക്കുന്ന ശബ്ദത്തോടുകൂടി അവൾ ആ ഭയാനകമായ സത്യം വെളിപ്പെടുത്തി. 2 വർഷം മുൻപ് താൻ തന്നെ ജിഗ്നേഷിനെ കൊലപ്പെടുത്തി എന്ന സത്യം. തങ്ങൾ 2 വർഷമായി ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ, തങ്ങളുടെ സഹോദരൻ മറ്റൊരു രാജ്യത്തും ഇല്ലായിരുന്നു, മറിച്ച് തങ്ങളുടെ തൊട്ടടുത്ത് തന്നെ കൊല ചെയ്യപ്പെട്ട് മണ്ണിനടിയിൽ കിടക്കുകയായിരുന്നു എന്ന സത്യം ആ കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. സത്യം അറിഞ്ഞ നിമിഷം ജിഗ്നേഷിന്റെ സഹോദരൻ അശോക് നേരെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. മൃതദേഹം കണ്ടെത്താത്തതിനാൽ പോലീസ് കാണാതായതിന് കേസ് രജിസ്റ്റർ ചെയ്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പൃഥ്വിയെയും നീലേഷിനെയും ബൽവീറിനെയും കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ നീലേഷ് തകർന്നുപോയി. തന്റെ ക്രൂരകൃത്യത്തിന്റെ മുഴുവൻ വിവരങ്ങളും പോലീസിനോട് തുറന്നു പറയുകയും ചെയ്തു. പോലീസ് ആ ഫാക്ടറിയിലെത്തി കോൺക്രീറ്റ് തറ പൊളിച്ചു കുഴിയെടുത്തപ്പോൾ അവിടെ നിന്നും ഒരു മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി. പൃഥ്വിയുടെ നുണ പൊളിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കൊലപാതകം ആരും ഒരിക്കലും അറിയുമായിരുന്നില്ല. കണ്ടെത്തിയ അസ്ഥികൂടത്തിന്റെ DNA പരിശോധനാ ഫലത്തിനായി പോലീസ് കാത്തിരിക്കുകയാണ്. അത് വരുന്നതോടെ പൃഥ്വി, നീലേഷ്, ബൽവീർ എന്നിവരുടെ കുറ്റം ഔദ്യോഗികമായി തെളിയിക്കപ്പെടുകയും അവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുകയും ചെയ്യും. സിനിമകളെ പോലും തോൽപ്പിക്കുന്ന പ്രണയവും വഞ്ചനയും നിറഞ്ഞ ജിഗ്നേഷ് പൃഥ്വി കേസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ദാരുണമായ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നേയുള്ളൂ: എത്ര കൃത്യമായി ആസൂത്രണം ചെയ്ത് കോൺക്രീറ്റിനും കള്ളങ്ങൾക്കുമിടയിൽ എത്ര ആഴത്തിൽ കുഴിച്ചിട്ടാലും സത്യം എന്നായാലും പുറത്തു വരിക തന്നെ ചെയ്യും. അനിയന്ത്രിതമായ അന്ധമായ ആഗ്രഹങ്ങളും വഞ്ചനയും സ്വാർത്ഥതയും മനുഷ്യരെ എത്രത്തോളം ക്രൂരരാക്കുമെന്നും കുടുംബങ്ങളുടെ ജീവിതം തകർക്കുമെന്നും ഈ കേസ് വ്യക്തമാക്കുന്നു. ഒപ്പം മനുഷ്യത്വമില്ലാതെ വിശ്വാസവഞ്ചന കാണിക്കുന്നവർക്ക് മുന്നിൽ നീതി വൈകിയാലും എപ്പോഴെങ്കിലും അത് നടപ്പിലാവുക തന്നെ ചെയ്യുമെന്നൊരു വലിയ പാഠവും ഇത് നൽകുന്നു. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് മറക്കാതെ കമന്റിൽ പറയാം. ബെസ്റ്റ് കമന്റ് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ആ ഒരു ലൈക്ക് എനിക്കൊരുപാട് മോട്ടിവേഷൻ ആയിരിക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.